മാന്യ പ്രേക്ഷകർക്ക് CVS യൂണിവേഴ്സിൽ നിന്നും CV ആനന്ദിൻ്റെ ഒരു ബിഗ് ഹായ്. നമ്മുടെ തിരുവനന്തപുരത്തിനടുത്തുള്ള സുന്ദരിയായ ഒരു കൊച്ചു കായൽ, വേളിക്കായൽ, അത് ഗംഭീരനായ അറബിക്കടലുമായി ചേരുന്ന ഒരു സുന്ദര തീരം. അവിടെ കമനീയമായ ഒരു ടൂറിസ്റ്റ് വില്ലേജ്, അതാണ് നമ്മുടെ വേളി ടൂറിസ്റ്റ് വില്ലേജ്. ഞാൻ ഈ അടുത്തിടെ ഒരു പ്രശാന്തമായ വൈകുന്നേരത്ത് കുടുംബാംഗങ്ങളുമൊത്ത് അവിടെ ഒരു സന്ദർശനം നടത്തി. അതിൻ്റെ ചില ദൃശ്യങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വരൂ, പെട്ടെന്ന് വരൂ. ഞങ്ങൾ വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് വെളിയിലേക്ക് നടക്കുകയാണ്. ദൂരെയായി പാർക്കിനകത്തെ ശംഖിൻ്റെ ശില്പം കാണാം. പാർക്കിനകത്തേക്ക് പ്രവേശിക്കുവാൻ ടിക്കറ്റുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വലിയ ക്യൂ ഒന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്നൊക്കെ ടിക്കറ്റ് കിട്ടി. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം, ചിമ്മൂട്ടി. അവളങ്ങനെ കൊതിയോടെ കാത്തിരിക്കുകയാണ്. അത് ചിമ്മൂട്ടിയുടെ ചേച്ചി അച്ചൂട്ടി. മുകളിലൂടെ എന്തോ പോകുന്നുണ്ടോ നോക്കട്ടെ. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പാർക്കിനുള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അകലെ ദൂരെയായി ഒരു ടോയ് ട്രെയിൻ കണ്ടു. ഈ ട്രെയിനിൽ കയറിയാൽ നമുക്ക് പാർക്കിനൊന്ന് വലം വെച്ച് വരാം. ഈ ടൂറിസ്റ്റ് വില്ലേജിനൊന്ന് വലം വെച്ച് വരാവുന്നതാണ്. ഞങ്ങൾ ആ ട്രെയിനിലൊന്ന് കയറാൻ തീരുമാനിച്ചു. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. പക്ഷേ ഒരു 15 മിനിറ്റ് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ട്രെയിൻ 5:30-ക്കായിരുന്നു. ഞങ്ങൾ 5:15-നാണ് അവിടെ എത്തിയത്. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം എന്ന് തീരുമാനിച്ചു. നിറയെ മരങ്ങളും ചെടികളുമൊക്കെയായി നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഞങ്ങൾ വെളിയിൽ നിന്ന് കണ്ട ശംഖിൻ്റെ പ്രതിമ. ഇത് കാനായി കുഞ്ഞിരാമൻ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നപ്പോഴും ഈ പ്രതിമ ഉണ്ടായിരുന്നു. ചില ശില്പങ്ങളൊക്കെ അവിടെ ഇവിടെയായി പാർക്കിലുണ്ട്. അങ്ങനെ ട്രെയിൻ പുറപ്പെടാനുള്ള സമയമായി. ഞങ്ങളെല്ലാവരും ട്രെയിനിനകത്ത് കയറി. ഞങ്ങൾക്ക് ഒരു കമ്പാർട്ട്മെൻറ്റ് തന്നെ കിട്ടിയിരിക്കുകയാണ്. ട്രെയിൻ വിടാൻ താമസിക്കുന്നതിൽ അക്ഷമയായി ചിമ്മു ചെറിയ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ ഡ്രൈവർ ലോക്കോ പൈലറ്റ് വന്ന് എല്ലാ ഡോറുകളും ക്ലോസ് ആയോ എന്ന് പരിശോധിക്കുന്നു. അങ്ങനെ ട്രെയിൻ വിടാനുള്ള സമയമായി. ട്രെയിൻ വിടാൻ തുടങ്ങുകയായി.
चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 सारे इश्क की छाँव चल छैया छैया सारे इश्क की छाँव चल छैया पाँव जन्नत चले चल छैया छैया पाँव जन्नत चले चल छैया चल छैया 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 वो यार है जो खुशबू की तरह जिसकी जुबान उर्दू की तरह मेरी शाम रात मेरी कायनात वो यार मेरा सैया सैया छैया 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 चल छैया 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 चल छैया 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 चल छैया 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 താഴെ കാണുന്ന വെള്ളത്തിൻ്റെ ലെവൽ അനുസരിച്ച് പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. तो नजर आ जाए गुलपोश कभी इतराए कहीं महके तो नजर आ जाए कहीं तावीज बना के पहन उसे आयत की तरह मिल जाए कहीं तावीज बना के पहन उसे आयत की तरह मिल जाए कहीं गुलपोश कभी इतराए कहीं महके तो नजर आ जाए कहीं तावीज़ बना के पहनूं से वो यार है जो ईमां की तरह मेरा नगमा वही मेरा कलमा वही मेरा नगमा नगमा मेरा कलमा कलमा मेरा कलमा कलमा मेरा नगमा 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 मेरा कलमा कलमा मेरा कलमा नगमा मेरा कलमा कलमा यार मिसाले ओस चले पाँव के तले फिर दोस्त चले कभी डाल डाल कभी बात बात में हवा पे ढूंढूं उसके निशान सारे इश्क की छाँव चल छैया छैया सारे इश्क की छाँव चल छैया पाँव जन्नत चले चल छैया छैया पाँव जन्नत चले चल छैया चल छैया 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 ഇവിടെ ഇങ്ങനെ മനോഹരമായ ചില സ്നാക്ക് കിയോസ്കുകളുണ്ട്. छैया चल छैया 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 चल छैया 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 ഇത് വേളി ടൂറിസ്റ്റ് വില്ലേജിലെ പ്രസിദ്ധമായ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ്.
सैया चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 चल छैया छैया. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ യാത്ര അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി പുറപ്പെട്ട സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഇറങ്ങണം. ട്രെയിൻ യാത്ര കഴിഞ്ഞ് ചായ കുടിക്കുവാനായി ഞങ്ങൾ KTDC റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ കടി വിഭവമായ പഴംപൊരിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്, അതോടൊപ്പം ചായയും. അങ്ങനെ അത് വരാൻ വേണ്ടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സൂര്യൻ പടിഞ്ഞാറ് കടലിലേക്ക് താഴുകയായി. അങ്ങനെ മനോഹരമായ ഒരു സായാഹ്നത്തിൻ്റെ ഓർമ്മകളുമായി ഞങ്ങൾ മടക്കയാത്രയും തുടങ്ങുകയായി. അപ്പോൾ വേളി ടൂറിസ്റ്റ് വില്ലേജ് നിങ്ങൾ കണ്ടല്ലോ. മനോഹരം തന്നെ, സംശയമില്ല. ഞാൻ പണ്ട് കണ്ടതിൽ നിന്നും അവിടെ വന്ന ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ വൃത്തി വളരെയധികം കൂടിയിട്ടുണ്ട്. പരിസരങ്ങളൊക്കെ വളരെ വൃത്തിയാക്കിയാണ് വച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയും അവിടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാം. നിർഭാഗ്യവശാൽ ഞങ്ങൾ കണ്ട ആ മനോഹരങ്ങളായ സ്നാക്ക് കിയോസ്കുകളും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവിടെ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ആവശ്യത്തിന് ആളുകൾ വരാത്തത് കൊണ്ടാവാം. അപ്പോൾ എങ്ങനെ ആളുകളെ കൂടുതൽ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങൾ ടൂറിസം വകുപ്പ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് രാത്രി ഒരു DJ പാർട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ, പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ്, അവിടെ തിക്കിത്തിരക്കി എത്തുന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും എല്ലാം തന്നെ നല്ല രീതിയിൽ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേളി ഇനിയും ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് വില്ലേജായി തന്നെ തുടരും. അങ്ങനെ നടക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോ വരെ നിങ്ങൾക്ക് നമസ്കാരം.